ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവർ മിനിഞ്ഞാന്ന് വന്ന് ചീട്ട് എഴുതി പോയിട്ടുണ്ട്. അപ്പോൾ 5 പൊതിച്ചോറാണ് നമുക്ക് കൊടുക്കാറുള്ളത് എല്ലാ വർഷവും. ദൈവം നന്നായിട്ട് നമുക്ക് തരണമെങ്കിൽ അടുത്ത വർഷം ഇതിനും ഇരട്ടിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സറിഞ്ഞും കൊടുക്കണ പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ എണ്ണം വെച്ചിട്ട് നോക്കണമല്ലേ. അപ്പോൾ നമുക്കിതിന് വേണ്ടി മുട്ട പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റ് പൊരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളത് ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8:30ക്കാണ് അവർ പൊതിച്ചോറ് കൊണ്ടുവരാൻ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം 7:45 7:45 നമ്മളെ കറികളും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി വെക്കാം. അപ്പോൾ വലിയ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ കൂട്ടുകാരൊന്നും ഞങ്ങൾ വെക്കണില്ല. എല്ലാ വർഷവും ഇതുപോലെ ഓരോ പൊരിയൽ, അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവിടെ മോരുകറി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. കാരണം അന്ന് ഞങ്ങൾക്ക് മാങ്ങയുടെ സീസൺ ആയിരുന്ന സമയത്ത് വീട്ടിൽ മറ്റേ മൂവാണ്ടൻ മാങ്ങ നന്നായിട്ട് വിരിയണം. അപ്പം മാമ്പഴപ്പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കി ഞങ്ങൾ അതിൽ ചെറിയൊരു കവറിലാക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളെ മുട്ട പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കുത്തിക്കാച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പില്ലാണ്ട് എന്ത് പൊതിച്ചോറല്ലേ. പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് പൊരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങാച്ചാർ അമ്മ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ മാങ്ങ മേടിച്ചുണ്ടാക്കിയതാണ്. കാരണം ഞങ്ങൾ മാങ്ങാച്ചാർ വെച്ച് ഉണ്ടാക്കി വെക്കാറില്ല. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടിയാലോ, വാ. അപ്പോൾ അതാ നമ്മളെ അമ്മ വാഴയിലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊതിച്ചോറ് കെട്ടാം കേട്ടോ. ഇപ്പോൾ 10 വർഷമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് ഈ 10 വർഷം ഞങ്ങൾ മുടങ്ങാണ്ട് എല്ലാ വർഷവും ഈ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെയൊക്കെ അവിടുത്തെ ഏരിയയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ കാണുന്നത് അതൊരു നല്ലൊരു കാര്യമല്ല. നമ്മൾ ഈ ചെയ്യുന്ന ഒരു നേരത്തെ ഭക്ഷണം മറ്റുള്ളവർ കൊടുക്കുന്നത് ഏതെങ്കിലും കാലത്ത് നമുക്ക് അവരിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കിട്ടിയാലോ അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കളികളൊന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പുണ്യം നമ്മളെ മക്കൾക്കായാലും കിട്ടട്ടെ അല്ലേ. അപ്പോൾ അധികം വിഭവങ്ങളോ കാര്യങ്ങളോ അധികമൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളത് നമ്മുടെ സന്തോഷത്തോടെയും മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ പൊതിച്ചോറൊക്കെ നല്ല വൃത്തിയായി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകാനായിട്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്